ൊക്കെ പറ്റുന്ന ഒരു സ്റ്റാൻഡ് ഇങ്ങനെ ജസ്റ്റ് ഉണ്ടാക്കിച്ചതാണ് കേട്ടോ ഡ്രസ്. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോഴേ ഇന്ന് ഞാനൊരു പുതിയ വിശേഷം കാണിച്ചു തരട്ടെ, ഒരു സ്പെഷ്യൽ വിശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് March 8 വിമൻസ് ഡേ ആണല്ലോ. അപ്പം ഇന്ന് ഞങ്ങളുടെ നാട്ടിലൊരു പുതിയ പരിപാടി നടക്കുന്നുണ്ട്. അതായത് ഒരു വിമൻസ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഒരു ലേഡീസ് ഓൺലി ഇഫ്താർ പാർട്ടിയാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള, അതായത് പുതിയ ഗേറ്റ് എന്നാണല്ലോ ഞങ്ങളുടെ ഈ ലൊക്കാലിറ്റിൻ്റെ പേര്. അപ്പോൾ പുതിയ ഗേറ്റ് സെൻട്രൽ കൂട്ടായ്മയുടെ വകയായിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ലേഡീസിനും കുട്ടികൾക്കും വേണ്ടിയിട്ട് അവരൊരുക്കുന്ന ഒരു ഇഫ്താർ പാർട്ടിയാണ് കേട്ടോ. ഏറ്റവും പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഈ വരുന്ന വനിതാ ദിനം March 8 നമ്മുടെ പുതിയ ഗേറ്റ് സെൻട്രൽ പുതിയ ഗേറ്റ് കൂട്ടായ്മ അതിൻ്റെ മെമ്പർമാരുടെ നേതൃത്വത്തിൽ വളരെ മികച്ചൊരു പരിപാടി നടക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ പരിപാടി. സമൂഹ നോമ്പുതുറ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായിട്ട് ഇവിടെ സംഘടിപ്പിക്കുകയാണ്. പലപ്പോഴും സമൂഹ നോമ്പുതുറയിൽ മിക്കവാറും പരിപാടികളിലൊക്കെ സ്ത്രീകൾ വീട്ടിലായിരിക്കും, ആണുങ്ങൾ മാത്രമാണ് ഉണ്ടാവാറ്. എന്നാൽ വീട്ടിലുള്ള സ്ത്രീകൾക്ക് എല്ലാവർക്കും വന്ന് കുട്ടികളെയൊക്കെ കൂട്ടി വന്ന് നോമ്പ് തുറക്കാനുള്ളൊരു അവസരം മാത്രമല്ല, അത് തുടർന്ന് വലിയ പ്രവർത്തനങ്ങളൊക്കെ ആക്കി അവരുടെ ഭാവിയിൽ മറ്റു പല മേഖലകളിലേക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കരുത്താക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ നോമ്പ് തുറ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് നമ്മുടെ സിത്താര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ ഏറെ സന്തോഷം തോന്നി. ഇതിൻ്റെ സംഘാടകർക്കൊക്കെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ സ്ത്രീകൾക്ക്, അമ്മമാർ, അതുപോലെ നമ്മുടെ പെങ്ങന്മാർ, സഹോദരി സഹോദരന്മാരായിട്ടുള്ള ആളുകൾ, കുട്ടികൾ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് നല്ല പുരുഷന്മാരും സ്ത്രീകളൊക്കെ കൂടി ചേർന്ന് നടത്തുന്ന ഒരു നല്ല ഇവൻ്റ് ആയിരിക്കും ഇന്നെന്ന്. ഇൻഷാ അല്ലാഹ് നല്ല ഇവൻ്റ് ആവട്ടെ. അപ്പോഴേ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഫുള്ള് ഈ ഡ്രസ്സൊക്കെ റെഡിയാക്കുന്നതിൻ്റെ പണിയായിരുന്നു കേട്ടോ. അതായത് ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഇവിടെ ആദ്യം തരുന്ന സ്റ്റാൻഡ്, അത് എൻ്റെ ഡ്രസ്സിൻ്റെ വെയിറ്റ് കാരണം, അത് ഹാൻഡ് വർക്കുള്ള ഡ്രസ്സല്ല, അത് പൊട്ടിച്ചടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതുപോലൊരു കുഞ്ഞു സ്റ്റാൻഡ് ചുമരിൽ ഫിക്സ് ചെയ്യാതെ ഇതിങ്ങനെ എടുക്കാനും മാറ്റാനൊക്കെ പറ്റുന്ന ഒരു സ്റ്റാൻഡ് ഇങ്ങനെ ജസ്റ്റ് ഉണ്ടാക്കിച്ചതാണ് കേട്ടോ, ഡ്രസ്സ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കുറേ പണികളിലായിരുന്നു കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ ഇനി ഇവിടെ മേക്ക് ഓവർ ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ മുന്നേ ആയിട്ട് ഇന്ന് നമ്മൾ ഇഫ്താർ സംഗമത്തിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഷബുന, ബിനാസ് ഡിസൈൻസിലെ ഷബുന, അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഓഡിറ്റോറിയത്തിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ അവർ ലേഡീസൊക്കെ ഫ്രൂട്ട്സ് കട്ടിങ്ങും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇഫ്താർ പാർട്ടിക്ക് പോകുമ്പോഴാൻ വേണ്ടിയിട്ട് അവളൊരു അടിപൊളി ചുരിദാർ എനിക്ക് ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ കാരണം എന്താ വെച്ചാൽ, പെരുന്നാളിന് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രസ്സാണ്. നമുക്ക് ഇതിൽ ഫുള്ള് കുറച്ച് വലിയ മിററും അതിലൊരു ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ചുരിദാർ. അപ്പോൾ ഇതിട്ടിട്ടാണ് ഞാൻ ഇന്ന് ഇഫ്താർ പാർട്ടിക്ക് പോകുന്നത്. അപ്പോൾ അത് പോകുമ്പോൾ കാണിച്ചു തരാൻ ചുരിദാർ ഒന്നുകൂടി. ഇപ്പോൾ ജസ്റ്റ് എന്തായി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. സ്കൂട്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ഇട്ടോ ഗൈസ്. സ്കൂട്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ആ എന്തൊക്കെ ആയിണ്ടാവും അവിടെ പരിപാടികൾ നോക്കാം അല്ലേ. കുറേ പേരുണ്ട് ആണല്ലേ. നമ്മളെ 4 പേരൊക്കെ ഉള്ള. ഓക്കെ. നീയും പോയിട്ടില്ല? ഞാൻ ലോഡ് വെക്കുന്നോള് ഉറപ്പ് തന്നതുകൊണ്ട് ഒരു ലേഡിൻ്റെ കൂടെ ആദ്യം തോന്നുന്നു സ്കൂട്ടിയിൽ പോകുന്നുണ്ട് ബാക്കിൽ. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ, അതായത് പുതിയ ഗേറ്റിലുള്ള സിത്താര ഓഡിറ്റോറിയം. എൻ്റെ കല്യാണം, ജാസ്മി കുട്ടിയുടെ കല്യാണം, പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ഒട്ടുമിക്ക കല്യാണങ്ങൾ നടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓഡിറ്റോറിയമാണ് കേട്ടോ. ഇപ്പോൾ ഒരു 4:30 മണിയായിട്ടുള്ളൂ കേട്ടോ. അതവിടെ ടേബിളും കസേരയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ബോക്സുകളിലേക്കൊക്കെ ഉള്ള സാധനങ്ങൾ നിറക്കാനുള്ളത് അവിടെ കട്ട് ചെയ്യുന്നുണ്ടാവും. ഇഫ്താർ സംഗമം ഇത് ആദ്യമായിട്ടല്ലേ നമ്മുടെ നാട്ടിലിങ്ങനെ? ലേഡീസ് ഓൺലി ആദ്യമായിട്ടാണല്ലേ. ഇവിടെ എന്താ ഫ്രൂട്ട്സ് കട്ടിങ് ഒക്കെ, ഇതാ നമ്മളെ സ്ത്രീജനങ്ങളൊക്കെ ഇവിടെ ഫ്രൂട്ട്സ് കട്ടിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വുമൻസ് ഡേ ആയിട്ടൊരു ലേഡീസ് ഓൺലി നോമ്പ് തുറ അല്ലേ. ഓക്കെ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എപ്പോഴും മലപ്പുറത്തുകാരുടെ ആ ഒരു സ്നേഹത്തിൻ്റെയും ആ ഒരു സൗഹൃദത്തിൻ്റെ ഒക്കെ കാര്യം എപ്പോഴും പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ കൂടിയപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരും ഇതുപോലെ ആ ഒരു സ്നേഹവും എന്താ പറയുക ഒത്തൊരുമയും ഒക്കെ കണ്ടപ്പോഴേ
നമുക്കെപ്പോഴും നമ്മുടെ നാടല്ലേ ഫേവറേറ്റ്. അപ്പം ഭയങ്കര അഭിമാനം തോന്നിപ്പോയി കേട്ടോ. പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇത് ഗോൾഡൻ കാറ്ററേഴ്സ് ആൻഡ് ഇവൻറ്റ്സിൻ്റെ വകയായിരുന്നു. അവരുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തോളൂ. നല്ല സൂപ്പർ ഫുഡായിരുന്നു. പിന്നെ ഇവരൊക്കെയാണ് കേട്ടോ നമ്മുടെ സെൻട്രൽ പുതിയ ഗേറ്റിൻ്റെ മെയിൻ ഭാരവാഹികളാണ്. അതായത് ഈ ഒരു ഇഫ്താർ സംഗമം ഞങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ച് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളാണ് കേട്ടോ. പിന്നെ ഇവർ നമ്മുടെ ഷബിനയുടെ സ്റ്റുഡൻസ് കൂടിയാണ് കേട്ടോ. അവൾ ബിനാസ് ഡിസൈൻസിൽ സ്റ്റിച്ചിങ് കൂടി പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ പഠിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവളുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഹലോ, അപ്പോഴേ അവിടെ പോയി വന്നിട്ട് പിന്നെ ഇന്ന് ഭയങ്കര ചൂടുള്ളൊരു ദിവസം കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് ഒരു മഴ പെയ്യാനുണ്ട് തോന്നുന്നു. അതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ പോയി വന്നിട്ട് പിന്നെ ഞാൻ ആ ക്ഷീണത്തിൽ അവിടെ കിടന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 5:45 ആയി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അങ്ങോട്ട് ഓഡിറ്റോറിയത്തേക്ക് പോവാം. വീണ്ടും നോമ്പ് തുറക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഇതാ ഈ ചുരിദാർ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതായാലും നേരത്തെ കാണിച്ചെന്ന ചുരിദാർ കേട്ടോ. ബിനാസ് ഡിസൈൻസിൻ്റെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു വലിയ മിറർ വർക്ക് ഫുള്ളൊന്ന് കാണിച്ചു തരാം. ഇതിനിങ്ങനെ ഒരു സ്ലീവാണ്. ഈ സ്ലീവിൽ ഇത്ര ഭാഗത്ത് ഈ ഒരു മിറർ വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ മിററിൻ്റെ 4 പുറം ഇങ്ങനെ ബീഡ്സിൻ്റെ ഒരു വർക്ക് കേട്ടോ. കേട്ടോ, ഈ മിററിൻ്റെ 4 പുറം കണ്ടില്ല, ഇതുപോലൊരു ബീഡ്സ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ ഷാളിൻ്റെ ഈ ഒരു സൈഡ് മുഴുവനും അത് കൊടുത്തിട്ടുണ്ട് മിറർ വർക്ക്. ചുരിദാറിൻ്റെ താഴെയും ഇതുപോലെ ഇത്ര വീതിയിൽ ഈ ഒരു മിറർ വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ചുരിദാറാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ കളറാണെങ്കിലും നല്ലൊരു ഡീപ്പ് ഒരു മെറൂൺ കളറാണ്. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇതുപോലെയുള്ള നല്ല ചുരിദാർ നല്ല ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിനാസ് ഡിസൈൻസിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അവളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഇൻസ്റ്റാഗ്രാം ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ. നല്ല കല്യാണങ്ങളോ അതൊരു പെരുന്നാളിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഓക്കെ. അപ്പം ഞാൻ എന്തായാലും നോമ്പ് തുറക്ക് പോട്ടെ. ഇനി അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ബാ. ഇസുട്ടുണ്ട് കേട്ടോ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ്. അസിട്ടും പക്ഷെ വരണില്ല. അവന് ഭയങ്കര മടി. അവിടെ ഫുൾ ലേഡീസ് ആക്കാരെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മച്ചിയൊക്കെ പോയിട്ടുണ്ട്. ഞാനും ഇസിട്ടിന് പോകണം. ഞങ്ങളുടെ ഏരിയ ഒക്കെ ഫുൾ ഇന്ന് സൈലൻ്റ് ആയിരിക്കും. കാരണം ഇവിടുത്തെ എല്ലാ ലേഡീസും ഉള്ളത് നമ്മൾ സിത്താർ പഠിച്ചെടുത്തില്ല. ഹലോ, നിങ്ങൾ നോമ്പ് തുറക്ക് വന്നതാണോ? അതെ, വളണ്ടിയേഴ്സിന്റെ ഇതാ കുട്ടികളൊക്കെ ഉണ്ടോ? നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന കുട്ടികളുണ്ട് അല്ലേ? വലിയൊരു കൂട്ടം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇനി അടുത്ത ബിരിയാണി കഴിക്കണ്ടേ? ഓക്കെ. ഏകദേശം 1000-ഓളം വരുന്ന സ്ത്രീകളും കുട്ടികളുമാണ് കേട്ടോ ഈ ഒരു ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും പേർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ അടുത്തൊന്നും ഫണ്ടൊന്നും അവർ വാങ്ങിച്ചിട്ടില്ല. അതെല്ലാം അവർ ഭാരവാഹികൾ തന്നെയാണ് മാനേജ് ചെയ്തത്. അപ്പം ഇത് ശരിക്കും ഒരു ചെറിയ കാര്യമല്ല, ഒരു നല്ല വലിയ കാര്യം തന്നെയായിരുന്നു കേട്ടോ. ഇപ്പൊ കഴിക്കുന്നേ ഉള്ളൂ? എവിടെ കണ്ടു ശരിക്കും ആലോചിക്കാം. അതാണ് ഞാൻ യൂട്യൂബിൽ കണ്ടെന്ന് പറയാനുള്ളത്.
പിന്നെ ഇതാ നമ്മുടെ നാട്ടിലെ ഈ കുറച്ച് വനിതകൾ വോളണ്ടിയേഴ്സായിട്ട് അവിടെ ഒരുപാട് നേരത്തെ വന്ന് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനും സെർവ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്ത് ഈ പരിപാടി ആദ്യം തൊട്ട് അവസാനം വരെ അതിൻ്റെ കൂടെ നിന്നിട്ടുള്ള സ്ത്രീ ജനങ്ങളാണ് കേട്ടോ. അവരും അഭിനന്ദനവും നന്ദിയും ഒക്കെ അർഹിക്കുന്നുണ്ട്. അവരും കൂടിയാണ് നമ്മളെ പരിപാടി ഇത്രയും കളറായത്. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഉഷാറായിക്കണേ അല്ലേ? കണ്ണാടിയിൽ മുഖം നോക്കും. അപ്പോൾ തിരക്കിട്ട് കണ്ണു മുക്ക് കണ്ടോ? എന്നാ ഇതാ നോക്ക്, കണ്ടോ? കണ്ണാടിയിൽ മുഖം നോക്കി കളിക്കാൻ ഇഷ്ടം അവിടെ കണ്ടാ കണ്ട. അങ്ങനെ ഇതാ ഫുഡിങ് ഒക്കെ കഴിഞ്ഞ് അവരിവിടെ മൊത്തം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല പരിപാടിയായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരുടെയും സഹകരണം കൊണ്ട് ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് നോമ്പുതുറ കൂടാറായി. താങ്ക് യു. ഇൻഷാ അല്ലാ ഇനി പറ്റട്ടെ അല്ലേ? ഞാൻ മൈക്ക് എടുക്കാത്തതുകൊണ്ടേ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വോയിസ് കട്ടാക്കി വോയിസ് ഓവർ കൊടുക്കുന്നത്. അതായത് നന്ദി പറഞ്ഞ് തീരുന്നില്ല. കാരണം അത്രയും നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നില്ലേ ചില പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ നാട്ടിലെ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര മനസ്സൊക്കെ നിറഞ്ഞു. അതുകൊണ്ട് ഈ താങ്ക്സ് പറഞ്ഞിട്ട് തീരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞ് പരിപാടി കൈയടിച്ച് വിജയിപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ഇഫ്താർ സംഘമൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാടെന്ന് പേരെന്ന് പറയുകയാണെങ്കിലേ ഇപ്പം നമ്മൾ പണ്ടൊക്കെ എന്താ പറയുക കുറച്ചുകൾ നമുക്ക് അയൽവാസികളൊക്കെ ആയിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. പഴയ വീട്ടിലൊക്കെ ആകുമ്പോൾ ആ ഭാഗത്തുണ്ടായിരുന്ന ഒരുപാട് അയൽവാസികൾ ഒരുപാട് പേരെ കണ്ട്, പരിചയമുള്ളവരും പരിചയമുള്ളവരും. പിന്നെ നമ്മൾ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവർക്കും നമ്മളെ പരിചയമായിരിക്കുമല്ലോ. അങ്ങനെ കുറേ പേരെ കണ്ടു. കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ കുറേ പേരെ കണ്ടു. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു ഈദ് ഷോപ്പിങ്ങിന് പോകണം. ഈദ് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ടാ.